ഒരു സ്പിരിച്വൽ പേഴ്സണും എത്തിസ്റ്റും കല്യാണം കഴിച്ചാൽ എന്തെങ്കിലും ഒരു ദോഷവുമില്ല. കാരണം നല്ലതല്ലേ. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന എല്ലാ സ്പിരിച്വൽ ആൾക്കാരും, എനിക്ക് തോന്നുന്നു അധികം ആൾക്കാരും ഒരു ടൈമിൽ എത്തിസ്റ്റ് ആയിരുന്നു. അപ്പം ഒരുപാട് ഈ ഒരു ടിപ്പിക്കൽ റിലീജിയസ് പാത്ത് ഫോളോ ചെയ്യാണ്ട് അവർക്ക് സത്യം അറിയണം. അപ്പം അതിനെക്കുറിച്ച് ചോദിച്ച് അങ്ങനെ കുറച്ച് എത്തിസ്റ്റായി നടന്ന ആൾക്കാർ തന്നെയാണ് അധികവും ഈ സ്പിരിച്വൽ പാത്തിൽ എത്തുന്നത്. അപ്പം നമ്മൾ അങ്ങനെയുള്ളൊരു കണക്ഷനാണ്. അപ്പം നമ്മൾ അങ്ങനെ ദോഷം അങ്ങനത്തെ ഒന്നും ഇല്ല. കാരണം എത്തിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രോപ്പറായിട്ടൊരു എവിഡൻസ്, പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ വേണം, അതിനെക്കുറിച്ച് അറിയണം. ഇപ്പോൾ സ്പിരിച്വലി പറയുകയാണെങ്കിൽ അത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റൂല എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാകുന്നത്. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനേ വേണം. നമ്മളൊരു പാത്തിലെത്തി ഒരു മെഡിറ്റേഷൻ ചെയ്ത്, അല്ലെങ്കിൽ പല റൂട്ടുകളുണ്ട്. അപ്പോൾ ഏതെങ്കിലും റൂട്ടിൽ നമ്മൾ സഞ്ചരിച്ച് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എത്തിയിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതാരും, ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും സ്പിരിച്വാലിറ്റി ആണെങ്കിലും ഇതൊന്നും അന്ധമായി വിശ്വസിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് നോക്കി അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കി, അതൊരു സയന്റിഫിക് എക്സ്പെരിമെന്റ് പോലെ നമ്മൾ വീണ്ടും എക്സ്പെരിമെന്റ് ചെയ്ത് ഓക്കെ ആയിട്ട് മാത്രം വിശ്വസിക്കാം. ഇനി പെട്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഹീലിംഗിലേക്ക് ഇറങ്ങിയാൽ മതി. എന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി.